നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ്.js ഡാറ്റ ഫെച്ചിങ് ആണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അത് രണ്ട് കോമ്പോണൻസിലും, ക്ലയന്റ് കോമ്പോണൻസിലും സെർവർ കോമ്പോണൻസിലും ചെക്ക് ചെയ്യും. ഓൾറെഡി റിയാക്ട് സെർവർ കോമ്പോണൻസ് RSC ആർക്കിടെക്ചറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നെക്സ്റ്റ്.js 15 ചെയ്തിട്ടുണ്ട്. ഇത് നെക്സ്റ്റ്.jsന്റെ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ്. ഓൾറെഡി എന്താണ് നെക്സ്റ്റ്.js നമ്മുടെ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യുന്നത്, നെക്സ്റ്റ്.jsന്റെ ബേസിക്സ്, റൗട്ടിംഗ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ വീഡിയോസിലായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈ ഡിഫാൾട്ട് നെക്സ്റ്റ്.jsൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോമ്പോണൻസ് സെർവർ കോമ്പോണൻസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ക്ലയന്റ് കോമ്പോണന്റിൽ എങ്ങനെയാണ് ഒരു ഡാറ്റ ഫെച്ചിങ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആപ്പ് ഡയറക്ടറിന്റെ അണ്ടറിൽ യൂസർ ക്ലയന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഫോൾഡർ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇതിന്റെ അകത്ത് page.js ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിന്റെ അകത്ത് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് റിയാക്റ്റിൽ എങ്ങനെയാണോ ഡാറ്റ ഫെച്ചിങ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. അപ്പൊ ഡാറ്റ ഫെച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡമ്മി URL ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ റിയാക്ടിന്റെ ബേസിക്സിന്റെ ട്യൂട്ടോറിയലിൽ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് typico.com /users കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെറ്റ് ഓഫ് യൂസേഴ്സിന്റെ ഒരു അറേ ഓഫ് ഒബ്ജക്ട്സ് ആണിത്. ഓരോ ഒബ്ജക്റ്റും ചെക്ക് ചെയ്താൽ ഓരോ യൂസറിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കേട്ടോ കിട്ടുക. അതായത് ID, നെയിം, യൂസർ നെയിം, അഡ്രസ് ഒക്കെയാണ്. നമ്മൾ ഈ ഒരു ഡമ്മി URL ആണ് ഡാറ്റ ഫെച്ചിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്ലയന്റ് കോമ്പോണന്റിൽ എങ്ങനെയാണ് ഡാറ്റ ഫെച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കോഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അതായത് നോർമൽ റിയാക്ട് കോമ്പോണൻസിൽ നമ്മൾ എങ്ങനെയാണോ ഡാറ്റ ഫെച്ച് ചെയ്യുന്നത്, യൂസ് എഫക്റ്റും യൂസ് സ്റ്റേറ്റ് ഹുക്കും കൂടെ യൂസ് ചെയ്തിട്ട് അഡീഷണൽ ലൈബ്രറീസ് ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെയാണോ ഡാറ്റ ഫെച്ച് ചെയ്യുന്നത് അതേ മെത്തേഡ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് നമ്മൾ രണ്ട് റിയാക്ടിന്റെ ഹുക്സ്, അതായത് യൂസ് സ്റ്റേറ്റ് ഹുക്ക് സ്റ്റേറ്റ് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കോമ്പോണന്റ് ബൗണ്ട് ചെയ്തതിനു ശേഷം സൈഡ് എഫക്ട്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് എഫക്ട് ഹുക്കും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ യൂസേഴ്സ് ക്ലയന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പോണന്റ് ആണ്. ഇതിന്റെ അകത്ത് രണ്ട് സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് യൂസേഴ്സിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അരയും, രണ്ടാമത്തത് ഒരു ബൂലിയൻ പ്രോപ്പർട്ടിയാണ്. അതായത് ലോഡിങ്ങിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ, ലോഡ് ചെയ്യുവാണെങ്കിൽ ട്രൂ ആയിരിക്കും, വൺസ് ലോഡിങ് കംപ്ലീറ്റ് ആയി ഡാറ്റ എടുത്തിട്ട് വന്നാൽ അത് ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു സിംഗിൾ ഒബ്ജക്റ്റിന്റെ ഉള്ളിലും സെറ്റ് ചെയ്യാം. നമ്മൾ രണ്ട് സ്റ്റേറ്റ് പ്രോപ്പർട്ടി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂസ് എഫക്ട് ഹുക്കാണ്. യൂസ് എഫക്ട് ഹുക്കിന്റെ അകത്ത് നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഫെച്ച് API യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഡമ്മി URL കൊടുത്ത് ഡാറ്റ ഫെച്ച് ചെയ്യുന്നു. JSON ആയിട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം സെറ്റ് യൂസേഴ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കോമ്പോണന്റിൽ യൂസേഴ്സിൽ ഡാറ്റ സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലോഡിങ്ങിനെ ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്യും. പിന്നെ JXSന്റെ പോർഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ലോഡിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് റെൻഡർ ചെയ്യുന്നത്. ലോഡിങ് ട്രൂ ആവുമ്പോൾ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ ആയിരിക്കും കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാറ്റയിൽ കൂടെ, അതായത് കോമ്പോണന്റ് ബൗണ്ട് ചെയ്തതിനു ശേഷം ഡാറ്റ ഫെച്ച് ചെയ്ത് ഡാറ്റ സെറ്റ് ചെയ്യുമല്ലോ യൂസേഴ്സിലേക്ക്, ആ യൂസേഴ്സിൽ കൂടെ മാപ്പ് ചെയ്ത് യൂസറിന്റെ നെയിമും ഇമെയിൽ IDയും ഇന്റർഫേസിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് നോർമൽ നമ്മൾ കാണുന്ന റിയാക്ടിന്റെ ഒരു ഡാറ്റ ഫെച്ചിങ് കോമ്പോണന്റ് ആണ്. ഇത് ബൈ ഡിഫാൾട്ട് നമുക്കറിയാം ഒരു സെർവർ കോമ്പോണന്റ് ആയിരിക്കും. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ സെർവർ കോമ്പോണൻസിൽ ഇവന്റ് ലിസണേഴ്സും ഹുക്സും വർക്ക് ആവില്ല. അതായത് ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലയന്റ് കോമ്പോണന്റ് ആയിട്ട് സെറ്റ് ചെയ്യണം. സോ യൂസ് ക്ലയന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്റ്റീവ് സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ബ്രൗസറിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. /user client നമ്മുടെ ഫോൾഡർ നെയിം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡാറ്റ പ്രോപ്പർ ആയിട്ട് ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് സെർവർ കോമ്പോണൻസിൽ ഡാറ്റ ഫെച്ച് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് സെയിം പ്രൊജക്റ്റിൽ നമ്മൾ യൂസർ ക്ലയന്റ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ആപ്പ് ഡയറക്ടറിന്റെ അണ്ടറിൽ ഞാൻ യൂസർ സെർവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറും കൂടെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. സെർവർ, പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ JS ഫയൽ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ TXS ഫയൽ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിന്റെ അകത്ത് ഈ ഒരു ഫങ്ഷണൽ കോമ്പോണന്റിനെ ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ നമ്മുടെ യൂസർ പേജ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഫങ്ഷണൽ കോമ്പോണന്റിന്റെ നെയിം കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഫെച്ച് ചെയ്തിട്ടുള്ള സെയിം URL ഈ ഒരു ഡമ്മി URL നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യാം. ഞാൻ ഈ കോഡ് ഒന്ന് കോപ്പി ചെയ്യാം കേട്ടോ. ഇത് JSON ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഫയലിൽ നമ്മൾ ഈ ഒരു യൂസേഴ്സിന്റെ ലിസ്റ്റിനെ റെൻഡർ ചെയ്യുവാണ് JXS ഇംപ്ലിമെന്റ് ചെയ്യാം. സോറി, ഞാനിവിടെ ഡാറ്റ എന്ന് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, യൂസേഴ്സ് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം നമ്മുടെ ക്ലയന്റ് കോമ്പോണൻസിന് ഡിഫറെന്റ് ആയിട്ട് അസിങ്ക് അവൈറ്റ് മെത്തേഡ് നമ്മുടെ ഈ കോമ്പോണന്റിന്റെ ഉള്ളിൽ ഡയറക്ട്ലി നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത്
ഇപ്പൊ നമ്മൾ ക്ലയന്റ് കോമ്പോണന്റ് നോക്കുകയാണെങ്കിൽ അവിടെ യൂസർഫെറ്റ് ഹുക്കിന്റെ അകത്താണ് നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷൻ ത്രൂ ആണ് ഈ ഒരു പ്രോമിസ് ഇംപ്ലിമെന്റ് ചെയ്ത് ഈ ഒരു ഡാറ്റ ഫിക്സ് ചെയ്തത്. ഈ ഒരു സെർവർ കോമ്പോണൻസിലെ കോഡ് ഒന്നും കൂടെ ക്ലീൻ ആയി. അതായത് നമ്മൾ സെർവർ സൈഡിലാണ് ഈ ഡാറ്റ ഫെച്ച് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഡാറ്റ ഫെച്ച് ചെയ്ത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു HTML ഫൈനൽ HTML ആയിരിക്കും ഒരു ക്ലയന്റ് സൈറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ആ ക്ലയന്റ് സൈഡിലെ യൂസേഴ്സിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് കിട്ടും. ജസ്റ്റ് റെൻഡർ ചെയ്താൽ മതി. ഇനി സെർവർ കോമ്പോണന്റിന്റെ കേസിൽ ഇനി ക്ലയന്റ് കോമ്പോണന്റിന്റെ കേസിലോ ഇവിടെ ഈ ഒരു ഡാറ്റ ഫിക്സിംഗ് കംപ്ലീറ്റ് നടക്കുന്നത് പേജ് റെൻഡർ ചെയ്തതിനു ശേഷം ക്ലയന്റ് സൈഡിലായിരിക്കും. സോ അവിടെ ഒരു ഡിലേ ഉണ്ടാവും. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇംപ്രൂവ്ഡ് SEO അതായത് ബെറ്റർ SEO ആണെങ്കിൽ നമ്മൾ ഈ ഒരു സെർവർ കോമ്പോണന്റ് യൂസ് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഇന്ററാക്ഷന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു ലിസ്റ്റ് റെൻഡർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു സെർവർ കോമ്പോണന്റിന്റെ സിന്റാക്സ് തന്നെ ഫോളോ ചെയ്താൽ മതി. നമുക്കൊന്ന് അഗൈൻ ബ്രൗസറിൽ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലോക്കൽ ഹോസ്റ്റ് /user server. ഇത് നമുക്ക് ഫിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ലോഡിങ്ങും എററും കൂടെ ഹാൻഡിൽ ചെയ്യണം അല്ലേ. മറ്റേ കേസിൽ നമ്മൾ അതായത് ക്ലയന്റ് കോമ്പോണന്റിന്റെ കേസിൽ നമ്മൾ മാനുവലി ആയിരുന്നു എറർ ഹാൻഡിൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എററും ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യാറുണ്ടല്ലോ, എറർ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ട് എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് JXSൽ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ലോഡിങ്ങും എററും ക്ലയന്റ് കോമ്പോണന്റിന്റെ കേസിൽ നമ്മൾ മാനുവലി ആണ് ഹാൻഡിൽ ചെയ്തത്. ഇനി സെർവർ കോമ്പോണന്റിന്റെ കേസിലേക്ക് വരുമ്പോൾ ലോഡിംഗ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഫയൽ നെയിം ഇത് തന്നെയായിരിക്കണം. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നെയിമിംഗ് കൺവെൻഷൻ ആണ് ഇതിന്റെ. loading.js എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ലോഡിംഗ് കോമ്പോണന്റ് എഴുതുക. അപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് നമ്മൾ ക്ലയന്റ് കോമ്പോണന്റിൽ കാണിച്ച പോലെ തന്നെ ഒരു ലോഡിംഗ് ഇൻഡിക്കേറ്റർ മതി. ഇവിടെ ഒരു S2 ടാഗും അതുപോലെ തന്നെ ഒരു P ടാഗും പാരഗ്രാഫ് ടാഗും ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ലോഡിങ്ങിനെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് എററും. ഇപ്പൊ എററിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അഗൈൻ ഈ നെയിം മാൻഡേറ്ററി ആണ്, ഇത് തന്നെ നമ്മൾ കൊടുക്കണം, error.js എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അഗൈൻ നമ്മൾ ഒരു കോമ്പോണന്റിന്റെ കോഡ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം നമ്മൾ ഈ ഒരു എറർ കോമ്പോണന്റിനെ ക്ലയന്റ് കോമ്പോണന്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ക്ലയന്റ് സൈഡിൽ റെൻഡർ ചെയ്യേണ്ടതാണ്. എറർ ഡിപ്പെൻസ് ആണല്ലേ. നമുക്ക് ചിലപ്പം URL ബേസ്ഡ് എററോ ഡാറ്റ എറർ ഒക്കെ വരുന്ന സമയത്ത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഈ കോമ്പോണന്റ് റീറെൻഡർ ആയിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇതിനെ ക്ലയന്റ് കോമ്പോണന്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. യൂസർഫെറ്റ് ഹുക്കിന്റെ അകത്ത് നമ്മളൊരു കൺസോളിലാണ് ഈ എറർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ JXS പോർഷനിലേക്ക് നമ്മൾ എററിനെ റെൻഡർ ചെയ്തിട്ടുണ്ട്. സോ സെർവർ കോമ്പോണൻസിലെ കേസിൽ മാനുവലി നമ്മളിവിടെ ലോഡിംഗ് എറർ സ്റ്റേറ്റിനെ ഹാൻഡിൽ ചെയ്യേണ്ട, അത് നെക്സ്റ്റ് സ്റ്റേജ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്തോളും. അപ്പൊ ഇതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഒന്ന് ഞാൻ പറഞ്ഞു, ഡയറക്ട്ലി അസിങ്ക് അവോയ്ഡ് നമ്മുടെ കോമ്പോണന്റിൽ യൂസ് ചെയ്ത് ഡാറ്റ ഫെച്ച് ചെയ്യാം. അതുപോലെ തന്നെ എറർ ലോഡിംഗ് സ്റ്റേറ്റിനെ നെക്സ്റ്റ് സ്റ്റേജ് തന്നെ അതിന്റെ ഒരു ഫയലിനെ ബേസ് ചെയ്ത് ഹാൻഡിൽ ചെയ്തോളും. നിങ്ങൾ അതിന്റെ അകത്ത് നിങ്ങൾക്ക് ലോഡിങ്ങിനും എററിനും എന്താണോ കറസ്പോണ്ടിങ് ആയിട്ട് മെസ്സേജസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത് അത് മാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇവിടെ ഒരു ഡിലേയും കൂടെ സെറ്റ് ചെയ്യുവാണ് കേട്ടോ ഡാറ്റ ഫെച്ച് ചെയ്യുന്നിടത്ത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോഡിങ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 3000 millisecond 3 സെക്കൻഡ് കൊടുക്കുവാണ്. എഗിൻ ഈ കോമ്പോണന്റിനെ ഒന്ന് റെൻഡർ ചെയ്യാം. അപ്പൊ കണ്ടില്ലേ ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു 3 millisecond കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒന്നും മാനുവലി കൊടുക്കാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഇന്റൻഷനലി ഒരു എറർ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ URLന്റെ കൂടെ ഒരു 123 എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഗെയിൻ വന്നിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലോഡിംഗ് ഒരു 3 സെക്കൻഡ് കഴിയുമ്പോൾ ഇവിടെ കണ്ടില്ലേ എററും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന JXS ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നെക്സ്റ്റ് ഡേയ്സിൽ ക്ലയന്റ് സൈഡിലും അതുപോലെ തന്നെ സെർവർ സൈഡിലും ഡാറ്റ ഫെച്ച് ചെയ്യുന്നത്. നിങ്ങളുടെ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഡാറ്റ ഫെച്ചിങ് ആണ്, അതായത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ക്ലയന്റ് ഇന്ററാക്ഷനെ ബേസ് ചെയ്തിട്ട് ഡാറ്റ ഫെച്ച് ചെയ്യണം, അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ക്ലയന്റ് സൈഡ് കോമ്പോണന്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഇതുപോലുള്ള കേസുകളിൽ, അതായത് നമുക്ക് യൂസർ ഇന്ററാക്ഷൻസ് ഒന്നും ഇല്ല, ഹുക്സ് ഒന്നും വേണ്ടാത്ത കേസിലാണെങ്കിൽ സെർവർ സൈഡ് കോമ്പോണന്റ് ആയിരിക്കും ബെറ്റർ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഡിലേ ഇല്ല, അതുപോലെ തന്നെ സെക്യൂർ ആണ് അല്ലെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.